ദയവ് ചെയ്ത് ദത്തേണ്ണ എന്നോടൊന്നും ചോദിക്കരുത്. ഞാനതൊക്കെ ചെയ്തത് ദത്തേട്ടനോടുള്ള ദേഷ്യം കൊണ്ടല്ല, സ്നേഹക്കൂടുതൽ കൊണ്ടാണെന്ന് മാത്രം ദത്തേട്ടൻ മനസ്സിലാക്കണം. സ്നേഹക്കൂടുതലോ? എന്ത് സ്നേഹക്കൂടുതലാമി? ഇനി നീ പറയുന്ന ഭ്രാന്തിനൊക്കെ ഞാൻ കൂട്ടു നിൽക്കണമെന്നാണോ? ഭ്രാന്ത, എനിക്ക് ഭ്രാന്ത. എന്റെ അവസ്ഥയിൽ ഏത് പെണ്ണിന് ഭ്രാന്ത് പിടിക്കും? എന്റെ ആമി, നിന്റെ ആ അവസ്ഥ എന്താണെന്ന് ഞാൻ ചോദിച്ചത്. അത് പറയാൻ ദത്തേണ്ണനെ നിർബന്ധിക്കരുത്. അതുകൂടി താങ്ങാൻ ദത്തേണ്ണനെ കൊണ്ട് പറ്റില്ല. എന്റെ ആമി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. തൽക്കാലം ദത്തേണ്ണ കൂടുതലൊന്നും അറിയണ്ട. ഒരിക്കൽ ഒരുപക്ഷെ എല്ലാം അറിഞ്ഞേക്കും. അന്ന് ദത്തേണ്ണ എന്നെ ശപിക്കില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ആമി എന്നും ജീവിച്ചത് ദത്തേട്ടന് വേണ്ടിയായിരുന്നു. എന്നിട്ട് ഇപ്പൊ എന്താ സംഭവിച്ചേ? ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ എന്നോടൊന്നും ചോദിക്കരുത്. മരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ജീവിക്കുന്ന എന്നോട് ഒരിത്തിരി ദയ കാണിച്ചൂടെ ദത്തേട്ട? താൻ എന്തൊക്കെയാണെന്ന് മറക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാ തനിക്ക് അത് നിഷേധിക്കാൻ പറ്റുമോ? ഞാൻ എന്ത് പറയാനാ? മുഖത്തോക്കി സംസാരിക്കണോ? തനിക്ക് എന്താ ഇപ്പൊ അറിയണ്ടേ? ഞാൻ അറിയാതെ താൻ മനസ്സിൽ കൊണ്ട് നടക്കുന്ന മുഴുവൻ രഹസ്യങ്ങളും. രഹസ്യങ്ങളോ? എന്ത് രഹസ്യങ്ങൾ? തന്റെ മാറ്റം ഞാൻ ഇപ്പോഴല്ല ശ്രദ്ധിക്കുന്നത്. അന്ന് ദത്തെടുക്കുന്നതിന് മുൻപ് എന്റെ അമ്മ തന്നോട് പറഞ്ഞു, ആദിയുടെ വാക്കാണ് അമ്മയ്ക്ക് വലുതെന്ന്. എന്നിട്ട് താൻ വാക്ക് പറഞ്ഞോ? ഇപ്പൊ ഇവിടെ ഞാൻ തന്നോട് പറഞ്ഞു, ദത്തെടുത്ത കടലാസിനെക്കാളും വലുതാണ് അമ്മ എന്ന എന്റെ സ്ഥാനം എന്ന്. അപ്പോഴും താൻ വ്യക്തമായ ഒരു ഉത്തരം പറഞ്ഞില്ല. എന്റെ കൂടെ നിൽക്കാന്ന് എന്റെ മുഖത്ത് നോക്കി പറയാൻ തനിക്ക് എന്താണോ തന്റെ ഇടയില്ലാത്ത? പറ. എന്ത്? ഈ കുഞ്ഞ് എന്റേതാണോ അതോ അമിച്ചിടാണോ? അറിയണോ എന്റെ ദത്തേട്ടന്? അറിയണോ ഞാൻ എന്തിനാ ആത്മഹത്യക്ക് ശ്രമിച്ചതെന്ന്? ഞാൻ പറഞ്ഞതുപോലെ ചെയ്യും. ഇനി എന്നെ നിർബന്ധിച്ച ആമി, മരിക്കാൻ പുഴ മാത്രമല്ലല്ലോ ഉള്ളത്. ആദ്യം പറഞ്ഞ പൂജ വിശ്വസിക്കും. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ കുഞ്ഞിനെ ഭൂമി കാണിക്കാതെ കൊല്ലുന്ന തെറ്റാണെന്ന് താൻ പറഞ്ഞപ്പോ കണ്ണുടച്ച് തന്റെ കൂടെ ഞാൻ കൈപിടിച്ചു വന്നു. ലോകം മുഴുവൻ അലഞ്ഞു തളർന്നു പോയപ്പോ തന്റെ വീടാണ് ഏറ്റവും സുരക്ഷിതമെന്ന് താൻ പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ച് കൂടെ വന്നു. വീട്ടുകാർക്ക് സംശയം തോന്നാതിരിക്കാൻ ഒരു കല്യാണം വേണമെന്ന് താൻ പറഞ്ഞപ്പോ രണ്ടും കൽപ്പിച്ച് ഞാൻ കഴുത്ത് നീട്ടി തന്നു. കൊടുക്കം ഞാൻ നൊന്ത് പ്രസവിച്ച കുഞ്ഞിന് തന്റെ പെങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണമെന്ന് പറഞ്ഞപ്പോ ഒന്നും പറയാതെ ഞാൻ എടുത്തു തന്നു. ഇന്നും കാറിനറിയാത്ത ഏതേതു ഭ്രാന്ത് കൊണ്ട് ആ കുഞ്ഞിനെ എനിക്ക് ദത്ത് തരാന്ന് തന്റെ പെങ്ങള് പറഞ്ഞപ്പോ മാത്രം താൻ മൗനം പാലിച്ചു. പക്ഷെ ഇനിയെങ്കിലും എനിക്ക് അറിയണം ആദി ആ യാഥാർത്ഥ്യം. ജീവനും ജീവിതവും പണയപ്പെടുത്തി ഞാൻ സ്വന്താക്കി ഈ കുഞ്ഞ് എന്റെ തന്നെയല്ലേ? അത് പറയുമ്പോ മാത്രം തനിക്കെന്താ ഈ മൗനം? ഇല്ല, നിർബന്ധിക്കില്ല. ഒരിക്കലും ഞാൻ നിന്നെ നിർബന്ധിക്കില്ല. അറിയണ്ട, ഈ ജന്മം എനിക്കൊന്നും അറിയണ്ട. പക്ഷെ നീ എന്റെ കൂടെ ഉണ്ടാവണം, ജീവനോടെ. ഓജസ്സും തേജസ്സും ഉള്ള എന്റെ പഴയ ആമിയായി, എന്നെ സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന എന്റെ ആമിയായി. വാക്കുതാ. കുഞ്ഞ് തന്റേതാ.
ഇനി താൻ വാക്ക് മാറ്റിയ പിന്നെ പൂജ ഉണ്ടാവില്ല. വാഗ്ദാമി